ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള വാഴയ്ക്കപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഓരോന്നും 6 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്ന നേരത്ത് ഒരുപാടായി പോകരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ദോശയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പീസും പഴത്തിൻ്റെ ഓരോ പീസ് കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് ഇതുപോലെ ഓരോ പീസും ഇതുപോലെ ആക്കി നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. സ്പൂണായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ എളുപ്പം. അപ്പോൾ അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 പീസാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന നേരത്തെ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് തീയായി പോകുമ്പോഴേക്കും ഇതൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ഇട്ടട്ടെ. അപ്പോൾ ഇവിടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.